സ്വർണം കൊണ്ടുള്ള ചേന, അടയ്ക്കാക്കുല സ്വർണം കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് പിന്നെ ആ 7.5 പൊന്നാന ഏറ്റുമാനൂർ ഇറക്കി വെച്ചത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നെന്നും അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ പണ്ട് വില്ലു മഹർഷി തപസ് ചെയ്ത ഒരു കുളമുണ്ട്. വില്ലുകുളം എന്നാണ് അറിയപ്പെടുന്നത്. സ്വാമി ശരണം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വളരെയധികം ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണത്. 8 ഇല്ല പോറ്റിമാരായിരുന്നു പഴയ കാലത്ത് അവിടുത്തെ ഊരാഴ്മ അവകാശം. 8 ഇല്ലക്കാർക്കായിരുന്നു അവകാശം. ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രം തന്നെയാണത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ക്ഷേത്രവും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഖരമഹർഷിയാണ് ഇത് പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നത്. 3 സ്ഥലത്ത് ഒന്നിച്ച് 2 കൈയിലും കഴുത്തിലും ഇടുക്കി അങ്ങനെയാണ് 3 സ്ഥലത്ത് ഒരേപോലെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ. ഈ 3 മഹാക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ദർശനം നടത്തിയ പുണ്യമാണ് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ധാരാളം പേരിങ്ങനെ ഈ ദർശനത്തിന് വേണ്ടി അവിടെ എത്താറുണ്ട്. കുംഭമാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിന് ആറാട്ട് വരത്തക്കോണം 10 ദിവസത്തെ ഉത്സവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ മുഹൂർത്തം കുറിച്ചത് തലക്കുളത്ത് ഭട്ടതിരിയാണെന്ന് പറയുന്നു, ഐതിഹ്യം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുറിപ്പനുസരിച്ചാണ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഈ ഒരു ദിവസം ഉത്സവം നടക്കുന്നത്. 10 ദിവസത്തെ ഗംഭീര ഉത്സവമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ വിശേഷം 7.5 പൊന്നാനയാണ്. 8ാം ഉത്സവത്തിനാണ് 7.5 പൊന്നാന ദർശനം നടത്തുന്നത്. 8ാമത്തെ ദിവസം 7.5 പൊന്നാന എടുത്ത് ആസ്ഥാന മണ്ഡപത്തേക്ക് കൊണ്ടുവച്ച് പ്രത്യേക പൂജകൾ, ആരതികളൊക്കെ ഒഴിഞ്ഞ് അത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു ചടങ്ങുണ്ട്. 7.5 പൊന്നാന ഈ ദർശനത്തിന് വേണ്ടി തന്നെ വളരെയധികം ഭക്തജനങ്ങൾ പല സ്ഥലത്തു നിന്നും എത്തിച്ചേരാറുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് അടക്കി വെച്ചതാണ് ഈ 7.5 പൊന്നാന. ഇതുവഴി കൊണ്ടുപോയി വേറെ എവിടെ കൊണ്ടുപോകാൻ പോയപ്പം ഇറക്കി വെച്ചെന്നും അത് പിന്നെ ആ 7.5 പൊന്നാന ഏറ്റുമാനൂർ ഇറക്കി വെച്ചത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നെന്നും അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇത് മഹാദേവന് വേണ്ടതാണെന്നും കാണുകയുണ്ടായി. പിന്നെ അവിടെ സമർപ്പിക്കുകയാണ് എന്നും ഒരു ഐതിഹ്യ കഥയിൽ പറയുന്നുണ്ട്. ഏതായാലും 7.5 പൊന്നാന ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമർപ്പണം തന്നെയാണ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വകയായിട്ടുള്ളത്. അത് കണ്ടു തൊഴുക എന്നുള്ളതൊരു സായുജ്യം തന്നെയാണ്. ഏറ്റവും മനോഹരമായ ഉത്സവം നടക്കുന്ന, ഗംഭീരമായി നടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അവിടെ പണ്ട് വില്ലു മഹർഷി തപസ് ചെയ്ത ഒരു കുളമുണ്ട്. വില്ലുകുളം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരുപാട് പ്രകടമായി കാണാവുന്ന പലതും അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൂടാതെ അവിടെ പഴയ കാലത്തെ സ്വർണം കൊണ്ടുള്ള ചേന, അടയ്ക്കാക്കുല സ്വർണം കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് അവിടെ. ഇപ്പോൾ അതൊന്നും ഇല്ല. എങ്കിലും അത് ഈ പറയുന്ന 7.5 പൊന്നാന അവിടെ ഉണ്ട്. പിന്നെ കല്ലുകൊണ്ടുള്ള ഒരു നാദസ്വരം, ഇത് കൂടാതെ ഒരു പൊന്നും കൂട, ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന ഒരു പൊന്നും കൂട, ഇതൊക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതിനാൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇന്നും അതേപോലെ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്കിടയിൽ വളരെയധികം വിശ്വാസം ആർജിച്ച ഒരു ക്ഷേത്രം തന്നെയാണത്. ഒരിക്കൽ അശ്വതിരുന്നാൾ തമ്പുരാട്ടി അവിടെ വന്ന് അതിനെക്കുറിച്ചൊരു പഠിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ച്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ വിശദ വിവരങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര മനോഹരമായ, ഗംഭീര്യം നിറഞ്ഞ, ഭക്തിസാന്ദ്രമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഏറ്റുമാനൂർ എന്ന് പറയാം. സ്വാമി ശരണം.